ഇതിനിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ച യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. മംഗളൂരു ബത്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ചയാണ് സംഭവം. ക്രിക്കറ്റ് മത്സരത്തിനിടെ യുവാവ് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചാണ് ആക്രമണമുണ്ടായത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ഗ്രൗണ്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ 15 പേരെ അറസ്റ്റ് ചെയ്തു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് ഇത്. എവിടെയാണ്, കൃത്യമായി ഏത് സ്ഥലത്താണ് സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, മംഗളൂരു കുടുപ്പു ഭദ്ര കല്ലൂരുട്ടി ക്ഷേത്ര മൈതാനത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഈ ക്ഷേത്ര മൈതാനത്ത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ഈ കളിക്കിടെ ഈ സ്ഥലത്തെത്തിയ ഒരു യുവാവും അതുപോലെ തന്നെ അവിടെ മംഗളൂരു സ്വദേശിയായ സച്ചിൻ എന്നയാൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയും ഇതിനിടയിൽ തന്നെ ഈ സച്ചിൻ ഒരു അജ്ഞാതൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ഈ ആൾക്കൂട്ടത്തിലേക്ക് വിളിച്ചു പറയുകയും പിന്നീട് ഒരുപാട് ഒന്നടങ്കം ആളുകൾ വന്ന് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. കമ്പ് കൊണ്ടും അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടിയാണ് പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അപ്പോഴേക്കും ഇയാളുടെ മരണം സംഭവിച്ചിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂര മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. കൂടാതെ ഹൃദയാഘാതവും ഇയാൾക്ക് ആ സമയത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. കുലശേഖരം സ്വദേശി ദീപക് കുമാർ എന്നയാളുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 15 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാം പ്രതി സച്ചിൻ ഉൾപ്പെടെ 15 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 25ഓളം ആളുകളുടെ പേരിൽ ആണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം കർണാടക സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നത്. ഏതായാലും മൊബൈൽ ടവർ വിവരങ്ങളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കർശന നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ മംഗളൂരു പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഒരാൾ കൊല്ലപ്പെടുന്നു. സംഭവത്തിൽ 15 പേർ അറസ്റ്റിലാകും.